പുറത്തിറക്കിയ എമ്പുരാന്റെ പുതിയ പതിപ്പ് നാളെ മുതൽ പ്രദർശനത്തിനെത്തും. സ്ത്രീകളെ ആക്രമിക്കുന്ന മുഴുവൻ ദൃശ്യങ്ങളും വെട്ടിമാറ്റി. NIA പരാമർശം മ്യൂട്ട് ചെയ്തു. അനുവാദമില്ലാതെ അധ്യാപികയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ച നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ പ്രിയദർശൻ എന്നിവരിൽ നിന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കാൻ വിധിച്ച് ചാലക്കുടി മുനിസിപ്പൽ കോടതി. ബസ് സ്റ്റാൻഡുകളുടെ ഫീസ് കുത്തനെ കൂട്ടി തൃശൂർ കോർപ്പറേഷൻ. കൂടിയാലോചനകളില്ലാതെ നടത്തിയ വർധനവ് ബഹിഷ്കരിച്ച് ബസ് ഉടമകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ BJP മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ മൊഴിയെടുത്തു. പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളാണ് പൂരം അലങ്കോലമാകാൻ കാരണമെന്ന് മൊഴി നൽകിയതായി അനീഷ് കുമാർ. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുറഞ്ഞു. സിലിണ്ടറിന് 42 രൂപയാണ് കുറഞ്ഞത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചിറ്റിശ്ശേരി സ്വദേശി ആഷിഖാണ് മരിച്ചത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വീണ യുവാവ് മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തലോർ മൊബൈൽ ഷോപ്പിലെ കവർച്ച അന്വേഷണം ഊർജിതമാക്കി. മോഷ്ടാക്കൾ മലയാളികളാണെന്ന നിഗമനത്തിൽ പോലീസ്. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ നാളെ മുതൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. 2 മിനിറ്റ് 8 സെക്കൻഡ് രംഗം വെട്ടിമാറ്റിയാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി. NIA പരാമർശം മ്യൂട്ട് ചെയ്തു. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്ന ഭാഗമടക്കം 24 ഭാഗങ്ങൾ വെട്ടിമാറ്റി. അതേസമയം ചിത്രത്തിന്റെ റീ എഡിറ്റിംഗ് ആസ്വാദനത്തെ പ്രതികൂലമായി ബാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് അണിയറ പ്രവർത്തകർ. സമ്മർദ്ദമുണ്ടായിട്ടല്ല എമ്പുരാൻ റീ എഡിറ്റ് ചെയ്തതെന്നും മോഹൻലാലിന് കഥ അറിയാമായിരുന്നുവെന്നും ചിത്രത്തിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. എമ്പുരാൻ സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകൻ വിജീഷ് വെട്ടത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുമായി BJPക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. തൃശൂർ പോലീസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിൻ ജേക്കബ്. എമ്പുരാനെതിരെ ഹർജി നൽകാൻ BJP ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് BJPയുടെ നിലപാടെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിന് വിരുദ്ധമായി പാർട്ടിയുടെ ഏത് പ്രവർത്തകനും കാര്യകർത്താവായാലും പ്രവർത്തിച്ചാലും അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട് പാർട്ടി നിലപാട് സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിന് വിരുദ്ധമായി ഹർജി കൊടുക്കുകയോ അതിന് വിരുദ്ധമായി നിലപാടെടുക്കുകയോ ചെയ്താൽ സംഭവിക്കുന്നതിന് സംഭവിച്ചിട്ടുള്ളൂ. എമ്പുരാൻ സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നതായും മതവിദ്വേഷത്തിന് വഴിമരുന്നിടുന്ന സിനിമ തടയണമെന്നും ചൂണ്ടിക്കാട്ടി BJP ജില്ലാ കമ്മിറ്റി അംഗമെന്ന് അവകാശപ്പെടുന്ന വിജീഷ് വെട്ടത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതേസമയം BJPക്ക് ഇപ്പോൾ ജില്ലാ സമിതി അംഗങ്ങൾ ഇല്ലെന്നും പുതിയ കമ്മിറ്റി ഇനി രൂപീകരിക്കണമെന്നുമായിരുന്നു ജസ്റ്റിൻ ജേക്കബിന്റെ പ്രതികരണം. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചിട്ടില്ല. പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളെ നിശ്ചയിച്ചിട്ടില്ല. പാർട്ടിക്ക് ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഭാരവാഹികളും കാര്യങ്ങളും വരാൻ പോകുന്നുള്ളൂ. സംഘടനാ ചുമതലകൾ ഇനി നിശ്ചയിക്കാൻ പോകുന്നുള്ളൂ. എമ്പുരാനെതിരെ ഹർജി നൽകിയ BJP പ്രവർത്തകൻ വിജീഷ് വെട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിന് വിരുദ്ധമായി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനാണ് മുൻ ജില്ലാ സമിതി അംഗമായ രാജേഷ് വെട്ടത്തിനെ BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. TC വിനോസ്, തൃശൂർ. അനുവാദമില്ലാതെ അധ്യാപികയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ച സിനിമാ പ്രവർത്തകരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാൻ വിധിച്ച് ചാലക്കുടി മുനിസിപ്പൽ കോടതി. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ പ്രിയദർശനൻ, അസിസ്റ്റന്റ് സംവിധായകൻ മോഹൻദാസ് എന്നിവരിൽ നിന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കാനാണ് ചാലക്കുടി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് MS ഷൈനി ഉത്തരവിട്ടത്. കാടുകുറ്റി വട്ടോലി സജി ജോസഫിന്റെ ഭാര്യയും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് അധ്യാപികയുമായ പ്രിൻസി അഡ്വക്കേറ്റ് P. നാരായണൻകുട്ടി മുഖേന സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കോടതി ചെലവിലായി 1,68,000 രൂപ നൽകാനും ഉത്തരവിട്ടിട്ടുണ്ട്. ഒപ്പം എന്ന സിനിമയിലാണ് തന്റെ ഫോട്ടോ കാണിച്ചതെന്ന് അധ്യാപിക ഹർജിയിൽ ആരോപിച്ചു. മോഹൻലാൽ നായകനായ സിനിമയിലെ 29ാം മിനിറ്റിൽ പോലീസ് ക്രൈം ഫയൽ മറിക്കുമ്പോൾ ക്രൂരമായി കൊല്ലപ്പെട്ട യുവതിയുടെ ഫോട്ടോ എന്ന നിലയിലാണ് പ്രിൻസി ഫ്രാൻസിസിന്റെ ഫോട്ടോ നൽകിയത്. തന്റെ അനുവാദമില്ലാതെ ബ്ലോഗിൽ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പ്രിൻസി ഫ്രാൻസിസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭർത്താവ് സജി ജോസഫും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബസ് സ്റ്റാൻഡുകളുടെ ഫീസ് കുത്തനെ കൂട്ടി തൃശൂർ കോർപ്പറേഷൻ. കൂടിയാലോചനകളില്ലാതെ നടത്തിയ വർധനവ് ബഹിഷ്കരിച്ച് ബസ് ഉടമകൾ. തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക്
ബസ് ഒന്നിന് കഴിഞ്ഞ ദിവസം വരെ 25 രൂപയായിരുന്നു പ്രവേശന ഫീസെങ്കിൽ ഇന്നത് 40 രൂപയായി. കൂടാതെ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കോർപ്പറേഷന്റെ സ്ഥലത്തെ പാർക്കിംഗ് ഫീസും വർദ്ധിപ്പിച്ചു. നിലവിൽ വലിയ ബസ്സുകൾക്ക് 3 മണിക്കൂറിന് 70 രൂപയാണ് നിരക്കെങ്കിലും 100 രൂപ വരെ ഈടാക്കുന്നതായി ബസ് ഉടമകൾ പറയുന്നു. കൂടാതെ ഓരോ അധിക മണിക്കൂറിനും 25 രൂപ വീതവും ഈടാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ സ്ഥിരം ബസ്സുകൾക്ക് സൗജന്യ നിരക്കിൽ പ്രവേശനം അനുവദിച്ചിരുന്നു. ബസ് സ്റ്റാൻഡുകളിൽ തൊഴിലാളികൾക്ക് മതിയായ ശുചിമുറിയും വിശ്രമ കേന്ദ്രങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകാതെയാണ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഫീസ് വർധന നടപ്പാക്കിയതെന്ന് ബസ് ഉടമകൾ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഫീസ് ബഹിഷ്കരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബസ് ഓപ്പറേറ്റർമാർ. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലും വടക്കേ ബസ് സ്റ്റാൻഡിലും നിലവിലുണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകൾക്കുണ്ടായിരുന്ന സ്റ്റാൻഡ് ഫീസ് വളരെ അമിതമായ രീതിയിലാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. ഏകദേശം 60% വർധനവാണ് വരുത്തിയിട്ടിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകളെയോ മറ്റുള്ള ആളുകളെയോ ഒന്നും അറിയിക്കാതെ ഏകപക്ഷീയമായിട്ട് കോർപ്പറേഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭീമമായ വർധനവ് വരുന്നത് സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇന്നു മുതൽ ഈ മേഖലയിൽ കൂടി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളൊന്നും ഇത്തരത്തിൽ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ബസ് സ്റ്റാൻഡ് ഫീസ് കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വർധനവ് അടിയന്തരമായി പിൻവലിച്ച് നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സംവിധാനം കോർപ്പറേഷൻ ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വടക്കേ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ച ശേഷം 50 രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കിയിരുന്നത്. ഇതിലും കരാറുകാർ തന്നിഷ്ടത്തിന് മാറ്റം വരുത്തിയിരിക്കുകയാണ്. ശക്തൻ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് ഫെബ്രുവരിയിലാണ് തുറന്നു നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഫീസ് വർധന നടപ്പിലാക്കിയത്. കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ചതോടെയാണ് റവന്യൂ വിഭാഗം കരാറുകാർക്ക് വർദ്ധിപ്പിച്ച പുതിയ നിരക്ക് ഈടാക്കാനുള്ള അനുമതി നൽകിയത്. TCV തൃശൂർ. വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വില്ലടം കാരയിൽ വീട്ടിൽ വിഷ്ണുപ്രിയ, മലപ്പുറം സ്വദേശി അൻസാർ, സഹയാത്രികൻ കോങ്ങാട് സ്വദേശി ജമാലി എന്നിവരെ ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ BJP മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ മൊഴിയെടുത്തു. പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളാണ് പൂരം അലങ്കോലമാകാൻ കാരണമെന്ന് മൊഴി നൽകിയതായി അനീഷ് കുമാർ പറഞ്ഞു. ആവശ്യമായിട്ടുള്ള പല ഇടപെടലുകളും തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങളെല്ലാം പോലീസ് സംഘത്തോട് വിശദമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നാളിതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ആ നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ബലപ്രയോഗത്തിലേക്കും തുടർന്ന് പൂരം നിർത്തിവെക്കാനുള്ള സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിലെ MLA, MP, അതുപോലെ തന്നെ മന്ത്രി, 2-3 മന്ത്രിമാരുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവരുടെ എല്ലാം സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, അവരുടെ ഇടപെടലുണ്ടായിരുന്നുവെങ്കിൽ ഈ പൂരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് മന്ത്രി രാജൻ ഉൾപ്പെടെ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും സംഭവസ്ഥലത്ത് വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ബോധപൂർവമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. എഴുന്നള്ളിപ്പിനുള്ള ആനകൾക്ക് പട്ട കൊണ്ടുപോകുന്നവരെ തടഞ്ഞതു മുതൽ പോലീസിന്റെ അനാവശ്യ ഇടപെടലുകൾ തുടങ്ങിയിരുന്നു. പൂരത്തിന് സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ദേവസ്വങ്ങളെ മറികടന്ന് പൂരം നടത്തിപ്പുകാരുമായി മാറിയതാണ് അലങ്കോലപ്പെടാനിടയാക്കിയത്. പ്രശ്നമുണ്ടായ സമയത്ത് ജില്ലയിലെ മന്ത്രിമാരിൽ ആരെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ പൂരവും വെടിക്കെട്ടും അലങ്കോലപ്പെടുമായിരുന്നില്ല. മന്ത്രിമാർ എത്താതിരുന്നത് പൂരം അലങ്കോലമാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യാതൊരു വിമർശനങ്ങൾക്കും ഇടനൽകാത്ത വിധം ഈ വർഷത്തെ പൂരം ഭംഗിയായി നടക്കുമെന്നും അനീഷ് കുമാർ പറഞ്ഞു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുറഞ്ഞു. സിലിണ്ടറിന് 42 രൂപയാണ് കുറഞ്ഞത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഹോട്ടൽ നടത്തിപ്പുകാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ് പുറത്തുവന്നിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ LPG വിലയിൽ വന്ന മാറ്റമാണ് പാചകവാതക വിലയിലും പ്രതിഫലിച്ചത്. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണ അന്ത്യം. ചിറ്റിശ്ശേരി സ്വദേശി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠൻ മകൻ 25 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. ESI സ്റ്റോപ്പിന് സമീപം ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ ഒല്ലൂർ ആക്ട്സ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്.
വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വീണ് അജ്ഞാതൻ മരിച്ചു. പുലർച്ചെ 1:15 മംഗലാപുരം തിരുവനന്തപുരം ട്രെയിനിൽ നിന്നാണ് ഏകദേശം 32 വയസ്സ് തോന്നിക്കുന്ന യുവാവ് വീണത്. ഇയാളെ സംഭവസ്ഥലത്ത് നിന്നും ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. തലോർ സെന്ററിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപയുടെ സ്മാർട്ട് ഫോണുകൾ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. മോഷ്ടാക്കൾ മലയാളികളാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കവർച്ചയ്ക്കു ശേഷം മോഷ്ടാക്കൾ പോയ തൈക്കാട്ടുശ്ശേരി റോഡിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു തുടങ്ങി. മോഷ്ടാക്കൾ വന്ന കാറിന്റെ നമ്പർ വ്യാജമാകാനാണ് സാധ്യതയെന്ന് പോലീസ് പറഞ്ഞു. വെള്ള നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറിലാണ് മോഷ്ടാക്കൾ എത്തിയത്. മോഷണം നടത്തിയത് 2 പേരാണെന്ന് ഷോപ്പിലെ CCTV ക്യാമറയിൽ വ്യക്തമായിരുന്നു. എന്നാൽ കാറിൽ ഡ്രൈവർ ഉണ്ടായിരുന്നതായും പോലീസ് കരുതുന്നു. ഇന്നലെ പുലർച്ചെയാണ് തലോറിലെ അഫാത്ത് മൊബൈൽ ഷോപ്പിൽ വൻ കവർച്ച നടന്നത്. ദാരികനെ നിഗ്രഹിച്ച കൊടുങ്ങല്ലൂരമ്മ പള്ളിമാടത്തിൽ എത്തിയതോടെ കുരുമ്പക്കാവിൽ വെന്നിക്കൊടി ഉയർന്നു. ഇതോടെ മീനഭരണി ആഘോഷത്തിന് പരിസമാപ്തിയായി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരി സമുദായക്കാരാണ് വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചത്. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരിപ്പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കവേലൻ നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ്. തുടർന്നാണ് മൂത്തശ്ശേരി ചെത്തിമിനുക്കിയ അടയ്ക്ക മരത്തടിയിൽ പട്ടാരി സമുദായം വെന്നിക്കൊടി ഉയർത്തിയത്. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണി ആഘോഷ ചടങ്ങുകൾ സമാപിച്ചു. പട്ടാരി സമുദായം പ്രസിഡന്റ് P. സജീവ്, സെക്രട്ടറി KP അരുൺ, കമ്മിറ്റി അംഗങ്ങളായ രവി കുണ്ടൂർ, പ്രേമൻ കാട്ടിൽ, രാജൻ പുള്ളിയാംപുള്ളിൽ, രതീഷ് മാളക്കാരൻ, രാഹുൽ തെക്കേടത്ത്, ഗീത കുണ്ടൂർ, സ്മിത സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി നെല്ലുവായ് പാടശേഖരത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. നെല്ലുവായ് പട്ടാമ്പി റോഡരികിലെ വിവാഹ മണ്ഡപത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് സാമൂഹ്യവിരുദ്ധർ രാത്രികാലങ്ങളിൽ ഒത്തുകൂടുന്നത്. മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇവിടെ നടക്കുന്നുണ്ട്. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും പാടശേഖരത്തിലെ പല ഭാഗങ്ങളിലും വലിച്ചെറിഞ്ഞ നിലയിലാണ്. ഇവിടുത്തെ ഒരു ദുരിതമാണ് മദ്യപാനികളുടെ ശല്യം. പാടശേഖരത്തിൽ മൊത്തം തന്നെ പൊട്ടുന്ന കുപ്പികളും പൊട്ടാത്ത കുപ്പികളുമായിട്ട് മദ്യപാനികൾ കൊണ്ടുവന്ന് ഈ പാടശേഖരത്തിൽ നിറച്ച് പിന്നീട് ഒരു പണിക്കിറങ്ങുന്ന സമയത്ത് മഴ പെയ്ത് പൂട്ടുകയും മറ്റും ചെയ്യുന്ന സമയത്ത് കൃഷിക്കാരെ കാലിൻ്റെ മുകളിൽ കുപ്പികൾ പൊട്ടുക, അങ്ങനെ അവർ ആസ്പത്രി പോവുക, അങ്ങനെ ദുരിതങ്ങൾ അനവധി സമയങ്ങളായിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അറുതി വരുത്താൻ സമൂഹത്തിൽ മൊത്തം ആൾക്കാരും പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഭാഗത്തുനിന്നുള്ള എൻ്റെ അഭിപ്രായം. പാടശേഖരത്തിലെ തോട്ടിൽ തടയണയ്ക്ക് സമീപത്ത് കുപ്പികൾ ചിതറിക്കിടക്കുന്നുണ്ട്. കുപ്പികൾ നെൽവയലുകളിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്നത് കർഷകർക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. പരിസരത്തുള്ള വീട്ടുകാർക്കും സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം ശല്യമാകുന്നതായി പരാതിയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി സ്ഥാനമേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞ ശേഷമാണ് പുതിയ മേൽശാന്തി സ്ഥാനമേറ്റത്. മേൽശാന്തിയായിരുന്ന പുതുമന ശ്രീജിത്ത് നമ്പൂതിരി സ്ഥാനചിഹ്നമായ താക്കോൽ കൂട്ടങ്ങൾ വെള്ളിക്കുമ്പത്തിൽ സമർപ്പിച്ച് സ്ഥാനമൊഴിഞ്ഞു. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സ്ഥാനചിഹ്നം പുതിയ മേൽശാന്തിക്ക് കൈമാറി. ഇന്ന് പുലർച്ചെ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മന്ത്രോപദേശം നൽകിയതോടെ അച്യുതൻ നമ്പൂതിരി മേൽശാന്തിയുടെ ചുമതല നിർവഹിച്ചു തുടങ്ങി. 6 മാസമാണ് കാലാവധി. അതുവരെ അദ്ദേഹം പുറപ്പെടാ ശാന്തിയായി ക്ഷേത്രത്തിലുണ്ടാകും. സ്ഥാനമൊഴിഞ്ഞ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിക്ക് ബഹുമതി പത്രം നൽകി ദേവസ്വം അധികൃതർ ഇല്ലത്തേക്ക് യാത്രയാക്കി. മധ്യവേനൽ അവധിയായതോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് വർദ്ധിച്ചു. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ദർശനത്തിന് ഭക്തരുടെ നീണ്ട നിരയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും എത്തുന്നുണ്ട്. അവധിക്കാലവും വൈശാഖ മാസത്തിലെ തിരക്കും കണക്കിലെടുത്താണ് ദർശന സമയം 1 മണിക്കൂർ കൂട്ടാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് 1 മണിക്കൂർ അധിക ദർശന സമയം ലഭിക്കുക. സാധാരണ വൈകിട്ട് 4
5:30 തുറക്കാനുള്ള ക്ഷേത്രനട ഇന്നു മുതൽ 3:30 തുറക്കും. നട തുറന്ന് ശീവേലി കഴിയുന്നതോടെ ഭക്തർക്ക് ദർശനം സാധ്യമാകും. തിരക്കുള്ള സമയങ്ങളിൽ കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ലഭിക്കാനാണ് ദർശന സമയം 1 മണിക്കൂർ നീട്ടാൻ ഭരണസമിതി തീരുമാനിച്ചത്. തളിക്കുളത്ത് ആളൊഴിഞ്ഞ വീടിന്റെ പുറകുവശത്തെ വരാന്തയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളം പണിക്ക് വീട്ടിൽ സഹീറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന് മേളപ്രമാണിമാർ നിറപറയും നെയ്യും സമർപ്പിച്ചു. തിരുവാതിര വിളക്ക്, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിൽ പഞ്ചാരിമേളവും, പെരുവനം പൂരം, തറയ്ക്കൽ പൂരം എന്നീ ദിവസങ്ങളിൽ പാണ്ടിമേളവും അരങ്ങേറും. പെരുവനം പൂരത്തിനും തറയ്ക്കൽ പൂരത്തിനും ഉരുട്ടുചെണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, തിരുവാതിര വിളക്കിനും ആറാട്ടുപുഴ പൂരത്തിനും ഉരുട്ടുചെണ്ടയിൽ പെരുവനം സതീശന്മാരാരും പ്രാമാണികരാകും. കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിന്റെ എല്ലാ മേളങ്ങളിലും പ്രമാണിമാരാകും. പ്രസിഡന്റ് രവി ചാക്കോത്ത്, സെക്രട്ടറി കെ രഘുനന്ദനൻ, ട്രഷറർ യു അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, ഓഡിറ്റർ കെ വേണുഗോപാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രമാണിമാരെ സ്വീകരിച്ചു. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ വർധന നടപ്പിലാക്കുക, ബസ്സുകളുടെ പെർമിറ്റുകൾ അതേ രീതിയിൽ പുതുക്കി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഓപ്പറേറ്റർമാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ നയിക്കുന്ന ജാഥ വ്യാഴാഴ്ച ആരംഭിച്ച് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളിലൂടെ സഞ്ചരിച്ച് ഈ മാസം 9-ന് സമാപിക്കും. 5-ാം തീയതി ജാഥ തൃശൂരിൽ പര്യടനം നടത്തും. തൃശൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. ജാഥ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ സർക്കാർ നടപടികൾ ഉണ്ടാകാത്ത പക്ഷം മേഖലയിലെ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഏപ്രിൽ അവസാന വാരത്തിൽ മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചുകൊണ്ട് സമരം നടത്താനാണ് തീരുമാനമെന്ന് ബസ് ഉടമകൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കോർഡിനേറ്റർ നൌഷാദ് ആറ്റുപറമ്പത്ത്, സംസ്ഥാന ട്രഷറർ VS പ്രദീപ്, ജില്ലാ പ്രസിഡന്റ് ബിബിൻ ടി ആലപ്പാട്, വൈസ് പ്രസിഡന്റ് ജോൺസൺ, സംസ്ഥാന സമിതി അംഗം TV വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക സീറോ വേസ്റ്റ് ദിനത്തിൽ മുരിയാട് പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർമാൻ സരിത സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, K വൃന്ദകുമാരി, ശ്രീജിത്ത് പട്ടത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മാലിന്യ വിമുക്ത പ്രഖ്യാപന റാലിയും ഹരിതകർമ്മസേനയുടെ ഫ്ളാഷ് മോബും അംഗൻവാടി ഹെൽപ്പേഴ്സിന്റെ ഗാനമഞ്ജരിയും അരങ്ങേറി. ലോക ഓട്ടിസം ദിനത്തോടനുബന്ധിച്ച് റൺ ഫോർ ഓട്ടിസം എന്ന സന്ദേശവുമായി ഇരിങ്ങാലക്കുട നഗരത്തിൽ സംഘടിപ്പിച്ച ഓട്ടിസം ദിനാചരണം ശ്രദ്ധേയമായി. മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ, ഇരിങ്ങാലക്കുട പോലീസ്, ക്രൈസ്റ്റ് കോളേജ്, സെന്റ് ജോസഫ് കോളേജ്, പ്രതീക്ഷ ഭവൻ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ വോക്കത്തോൺ മന്ത്രി ഡോക്ടർ R ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓട്ടിസം ബാധിച്ച കുട്ടികളോട് ഉൾച്ചേർക്കൽ സമീപനം ഉണ്ടാകാൻ സമൂഹം മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. മുൻപേ കണ്ടെത്തിയാൽ പരിഹരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഓട്ടിസം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ജില്ലാ ആശുപത്രികളിലും ഡിറ്റക്ഷൻ സെന്ററുകളിലുണ്ട്. ഇത് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ S നായർ, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസൻ, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ PD സിജി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി TCB ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. വിദ്യാർത്ഥികളെയും യുവാക്കളെയും കലാകായിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാക്കിക്കൊണ്ട് വിവിധതരം മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിലേക്ക് വീണു പോകാതിരിക്കാൻ ബോധപൂർവമായ പരിശ്രമം ഉണ്ടാകേണ്ടതുണ്ടെന്ന് മുരളി പെരുന്നല്ലി MLA അഭിപ്രായപ്പെട്ടു. സമൂഹത്തെ കാർന്നു തിന്നുന്ന മാരക വിപത്തായ ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ വ്യാപകമായ പ്രചരണ പരിപാടികളും മറ്റും കേരളത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ഭാഗമായി എക്സൈസ് വകുപ്പ്, പോലീസ്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് അതിബൃഹത്തായ പ്രചരണ പരിപാടികളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തെ ആകമാനം തന്നെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റാൻ മയക്കുമരുന്ന് ലോബികൾ വമ്പിച്ച പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിക്കടിപ്പെട്ടു പോയാൽ നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്ന കാര്യം തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ, യുവാക്കളെ, നാളത്തെ തലമുറയെ ഏറ്റവും നല്ല ഒരു തലമുറയാക്കി മാറ്റിയെടുക്കാൻ കഴിയണമെങ്കിൽ അവരെ ലഹരിയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. ജീവിതമാണ് ലഹരി എന്ന ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമായ TCV സംഘടിപ്പിക്കുന്ന ആ പരിപാടി എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ്. നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും വായനയുടെ, അതുപോലെ മറ്റ് കലാ, കായിക, സാംസ്കാരിക മേഖലകളിലേക്കൊക്കെ കൊണ്ടുവന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അപകടകരമായ ഈ ലഹരിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ നമുക്ക് കഴിയും. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പറയുന്ന ജീവിതമാണ് ലഹരി എന്ന ആ ക്യാപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായ പരിപാടിയാണ്. എല്ലാവിധ ആശംസകളും. ഭരണി മഹോത്സവം നടന്ന കൊടുങ്ങല്ലൂർ നഗരവും ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര പരിസരവും CPM-ന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് TK രവീന്ദ്രൻ ക്ഷേത്ര പരിസരത്തെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വോളണ്ടിയർമാർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ഏരിയ കമ്മിറ്റി അംഗം KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അബീദ് അലി, ഷീജ ബാബു, കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP പ്രഭേഷ്, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, MS മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും. ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി ഈ മാസം 9-നും പള്ളിവേട്ട 10-നും നടക്കും. 11-ന് ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രക്കുളത്തിലെ ആറാട്ട് കഴിഞ്ഞ് ദേശപ്പറയും നടക്കൽ പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി കൊടിയിറങ്ങുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനമുണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് അയനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ KK മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. തൃത്തല്ലൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെയും തൃശൂർ വെസ്റ്റ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർമാരായ ബിജു ജോസഫ്, PU ജോർജ്, KE ബോവസ്, ജോൺ പുലിക്കോട്ടിൽ, PP ജേക്കബ്, പോൾ ശശിധരൻ, T സാം, PM ജോൺ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം RMVH സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന KB ജിജി, K സുമ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ET ടൈസൺ MLA യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. പ്രധാന അധ്യാപിക B ബീബ, സ്കൂൾ മാനേജർ ഫാത്തിമ മോഹൻ, PTA പ്രസിഡന്റ് MG ജയശ്രീ, വൈസ് പ്രസിഡന്റ് KK നാസർ, മുൻ പ്രധാന അധ്യാപകൻ TK ഉണ്ണികൃഷ്ണൻ, HSS വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് AD ദിദി എന്നിവർ സംസാരിച്ചു. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ദശദിന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് തുടങ്ങി. രാവിലെ 7 മുതൽ 9 വരെയാണ് പരിശീലനം. സ്കൂൾ ഗ്രൗണ്ടിൽ തുടങ്ങിയ ക്യാമ്പ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം, പ്രധാന അധ്യാപകൻ ജോഷി പോൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആശ, ഏനാമാക്കൽ പ്രസിഡന്റ് മണികണ്ഠൻ മഞ്ചരമ്പത്ത്, ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രുതി ചന്ദ്രൻ, 74 ബാച്ച് ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് CP മാത്യു, ക്യാമ്പ് കൺവീനർ KJ പയസ് എന്നിവർ സംസാരിച്ചു. ഹ്രസ്വചിത്ര സംവിധായകനും സാമൂഹിക പ്രവർത്തകനുമായ അനിൽ പറക്കാടിനെ തൃശൂർ ആരവം നാടൻ കലാസാംസ്കാരിക സമിതി പ്രവർത്തകർ വസതിയിലെത്തി ആദരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി പ്രൊഫസർ VK സതീദേവി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ആരവം പ്രസിഡന്റ് K അശോക് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TN വേണുഗോപാൽ, ട്രഷറർ TG സുരേന്ദ്രൻ,
ലില്ലി തോമസ്, KR ബാലചന്ദ്രൻ, MA മനോജ് കുമാർ, NG ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അനിൽ പരക്കാട് ശാസ്ത്ര മാജിക് അവതരിപ്പിച്ചു. പുന്നപ്പറമ്പ് മച്ചാട് വിദ്വാൻ എളയത് സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ വസന്തം ഉദ്ഘാടനവും ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനവും നടന്നു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K രാമചന്ദ്രൻ പുസ്തകങ്ങൾ കൈമാറി. MN കൃഷ്ണൻകുട്ടി, KG ശങ്കരൻകുട്ടി, ജോണി ചിറ്റിലപ്പിള്ളി, CE ലൂവീസ്, KS പ്രഭാകരൻ, ഉഷ ജയകുമാർ എന്നിവർ സംസാരിച്ചു. സമത്വം സാമൂഹ്യനീതി എന്ന വിഷയത്തെ ആസ്പദമാക്കി നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാല സെമിനാർ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയൻ പ്രിന്റി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ മറ്റത്തൂർ പഞ്ചായത്തിന് വായനശാലയുടെ ഉപഹാരം പ്രസിഡന്റ് ഏറ്റുവാങ്ങി. മാലിന്യമുക്ത നവകേരളത്തിനായി സേവനം ചെയ്യുന്ന 2ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ലൈബ്രറി കൌൺസിൽ, ചാലക്കുടി താലൂക്ക് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ, വായനശാല സെക്രട്ടറി VS സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 680 രൂപയാണ് കൂടിയത്. ഇതോടെ സ്വർണം പവന് 68,080 രൂപയായി. ഗ്രാമിന് 85 രൂപ വർദ്ധിച്ച് 8,510 രൂപയാണ് ഇന്നത്തെ വില. ജില്ലാ പഞ്ചായത്ത് കടങ്ങോട് പഞ്ചായത്തുമായി സഹകരിച്ച് നവീകരണം നടത്തിയ എയ്യാൽ അംബേദ്കർ നഗർ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, അംഗം KR സിമി, മുൻ അംഗം സന്ധ്യ ബാലകൃഷ്ണൻ, ഗിൽസൺ എയ്യാൽ, മധു എയ്യാൽ, ലളിത മണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് 2 ലക്ഷവും അടങ്കൽ തുക വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പ്രദേശത്തെ ആളുകൾക്ക് കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ഒത്തുകൂടാൻ അംബേദ്കർ സങ്കേതം ഉപകരിക്കും. ശ്രീനാരായണ സഹോദര ധർമ്മവേദി കാട്ടൂർ ശാഖ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി വൈസ് ചെയർമാൻ PK സുധീഷ് ബാബു നിർവഹിച്ചു. കാട്ടൂരിൽ നടന്ന ചടങ്ങിൽ കാട്ടൂർ ശാഖ പ്രസിഡന്റ് സുധീർ ചരുവിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KS ജോഷി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ചന്ദ്രൻ പെരുമ്പുള്ളി, TL ദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ലിനി രമേശ്, ശാഖാ സെക്രട്ടറി രജീഷ് കോപ്പുള്ളിപ്പറമ്പിൽ, കാട്ടൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷീജ പവിത്രൻ എന്നിവർ സംസാരിച്ചു. കൊച്ചിയിൽ നടന്ന 5ാമത് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ തൃശൂർ സ്വദേശി ആന്റണി C ഫ്രാൻസിസിന് ബെസ്റ്റ് ഫിക്ഷൻ റൈറ്റർ അവാർഡ് ലഭിച്ചു. ആന്റണി രചനയും സംവിധാനവും നിർവഹിച്ച ഐലൻഡ് എന്ന സിനിമയ്ക്കാണ് അവാർഡ്. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ കാവടി മഹോത്സവത്തിന് കൊടിയേറി. മേൽശാന്തി കുട്ടൻ കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി. ഞായറാഴ്ചയാണ് കാവടി ഉത്സവം. പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. തിരുവുള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി AA കുമാരൻ, ഗാനരചയിതാവ് കൃഷ്ണവർമ്മ, പെരുമ്പിളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രം പ്രസിഡന്റ് M രാമചന്ദ്രൻ, സെക്രട്ടറി TN ബാലൻ, പ്രവീൺ ആഞ്ചേരി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, വയനാട്, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാഞ്ഞാൾ കിള്ളിമംഗലം വാളനാത്തുകുന്ന് മുതൽ ഓമഞ്ചിക്കുളം വഴിഞ്ചിറങ്കോണം റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രദേശത്ത് ബോർഡ് സ്ഥാപിച്ചു. ഇതുവഴിയുള്ള യാത്ര അതീവ ദുരിതമായെന്ന് നാട്ടുകാർ പറഞ്ഞു. ബന്ധപ്പെട്ട വകുപ്പുകൾ റോഡ് നന്നാക്കിയില്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. PN സന്തോഷ്, രതീഷ് അമ്പാടി, നാരായണൻകുട്ടി, ധന്യ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ.
വെള്ളി ഗ്രാമിന് 112 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3399 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വെട്ടിച്ചുരുക്കിയ എമ്പുരാന്റെ പുതിയ പതിപ്പ് നാളെ മുതൽ പ്രദർശനത്തിലെത്തും. സ്ത്രീകളെ ആക്രമിക്കുന്ന മുഴുവൻ ദൃശ്യങ്ങളും വെട്ടിമാറ്റി. NIA പരാമർശം മ്യൂട്ട് ചെയ്തു. അനുവാദമില്ലാതെ അധ്യാപികയുടെ ഫോട്ടോ സിനിമയിൽ ഉപയോഗിച്ച നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ പ്രിയദർശൻ എന്നിവരിൽ നിന്നും 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈടാക്കാൻ വിധിച്ച് ചാലക്കുടി മുനിസിപ്പൽ കോടതി. ബസ് സ്റ്റാൻഡുകളുടെ ഫീസ് കുത്തനെ കൂട്ടി തൃശൂർ കോർപ്പറേഷൻ. കൂടിയാലോചനകളില്ലാതെ നടത്തിയ വർധനവ് ബഹിഷ്കരിച്ച് ബസ് ഉടമകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ BJP മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ മൊഴിയെടുത്തു. പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളാണ് പൂരം അലങ്കോലമാകാൻ കാരണമെന്ന് മൊഴി നൽകിയതായി അനീഷ് കുമാർ. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക വില കുറഞ്ഞു. സിലിണ്ടറിന് 42 രൂപയാണ് കുറഞ്ഞത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഒല്ലൂരിൽ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചിറ്റിശ്ശേരി സ്വദേശി ആഷിക്കാണ് മരിച്ചത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തലോർ മൊബൈൽ ഷോപ്പിലെ കവർച്ച അന്വേഷണം ഊർജിതമാക്കി. മോഷ്ടാക്കൾ മലയാളികളാണെന്ന നിഗമനത്തിൽ പോലീസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.